എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ച ഈ വളർത്തിയ ഉമ്മ, ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം ഉമ്മയ്ക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ കഴിയാത്തവൻ, അങ്ങ് കൈബാലയത്തിൽ പോയി സംസം കോരി കുടിച്ചിട്ടവൻ എന്തുകൊണ്ട് എന്ത് കിട്ടാൻ? സ്വന്തം ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഒരു ചുവട് നടത്താൻ കഴിയാത്തവൻ, വാതയ്ക്കം പാടിച്ച ഉമ്മയെ കൈ പിടിച്ചിട്ടൊന്ന് നടത്താൻ കഴിയാത്തവൻ, അവനേത് കൈവാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞിട്ടെന്ത് കാര്യം? അവനേത് സംസം കോരി കുടിച്ചിട്ടെന്ത് കാര്യം? അവനേത് സഫാ മർവയിലൂടെ ഓടിയിട്ടെന്ത് കാര്യം? സഹോദരങ്ങളെ, സ്വന്തം വാപ്പയ്ക്ക് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കാത്തവൻ, പാവപ്പെട്ട പിതാവ് ഒരു നേരത്തെ വിശപ്പടക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ 1 കോടിയുടെ പള്ളി പണിത് കൊടുത്തവൻ അല്ലാഹു എന്ത് പ്രതിഫലമാണ് കൊടുക്കുക? സഹോദരങ്ങളെ, സ്വർഗം മാനത്തല്ല, സ്വർഗം ആകാശത്തിലല്ല. എവിടെയാണ് സ്വർഗമെന്നറിയുമോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്. മാതാപിതാക്കളുടെ, നിന്റെ മാതാവിന്റെ കാൽപ്പാടത്തിന്റെ അടിയിലാണ് നിന്റെ സ്വർഗമെന്ന് പറഞ്ഞ, നിന്റെ കാൽപ്പാടത്തിന്റെ അടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിനീതനായ അഹ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ സഹോദരങ്ങളെ, ഇത്രയേറെ കഷ്ടപ്പാട് സഹിച്ച നമ്മുടെ ഉമ്മ, മരണത്തിന് സമാനമായ വേദന സഹിച്ചിട്ട് നമ്മളെ ഈ ജീവിതത്തിൽ വല്ലാതെ പ്രസവിച്ച് ഈ ഭൂമിയിൽ ജന്മം നൽകിയ ഉമ്മ, ആ ഉമ്മയെ മറക്കാൻ കഴിയുമോ? വാത്സല്യത്തിന്റെ താളമായി, സ്നേഹത്തിന്റെ പ്രതിബിംബമായി, ആശ്വാസത്തിന്റെ കുളിർത്തന്നലായി ജീവിതത്തിലോട്ട് കടന്നു വന്ന ഏറ്റവും വലിയ സൗഭാഗ്യമേ എന്റെ ഉമ്മ, എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമേ എന്റെ ഉമ്മ. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾ കൈവിട്ടു പോകുമ്പോ, ആ മക്കൾ അടിച്ചമർത്തുമ്പോ, എല്ലാം നഷ്ടപ്പെടുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ മൂലയിലോട്ട് ഒരുങ്ങി നിന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട് വാപ്പയും ഉമ്മയും കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അവർക്ക് കഴിക്കാനില്ലാഞ്ഞിട്ടല്ല, അവർക്ക് കുടിക്കാനില്ലാഞ്ഞിട്ടല്ല. എന്തിനാണ് അവർ കരയുന്നതെന്നറിയുമോ? പച്ചക്കറി മാർക്കറ്റിൽ പോയാൽ ഏത് സാധനത്തിനും വിലയുണ്ട്, പക്ഷേ വീട്ടിലെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ആരും വില കൊടുക്കുന്നില്ല, ആരും വില കൽപ്പിക്കുന്നില്ല, ആരും ഒരുവിധ വിലയും വാപ്പയ്ക്കും ഉമ്മയ്ക്കും കൽപ്പിക്കുന്നില്ല. പക്ഷേ സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ പറയുകയാ, കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മക്കള് ദുനിയാവിലല്ലേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. നാളെ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഓരാ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, ഓരാ കഅബെ കെ ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണവാളനേ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ പ്രഘോഷണമേ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. फकीरों की मलजा, लईफों की महुआ, यतीमों की वाली, गुलामों की मौला, खताकार से दर गुजर करने वाला, वो अपने बरायों में गमगाने वाला. അനാഥകളുടെ സംരക്ഷകനായി കണ്ണുനീരൊലിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാൻ ലോകത്തോട്ട് വന്ന ഏത് മനുഷ്യന്റെ കവിൾ തടത്തിലൂടെ കണ്ണുനീരൊലിക്കുന്നുവോ, ആ കണ്ണുനീര് നിസാരത്തിന്റെ പൂങ്കരങ്ങൾ കൊണ്ട് തുടച്ചു കൊടുക്കാൻ ലോകത്തോട്ട് വന്ന അനാഥരുടെ സനാതനെ, ആശ്രയരഹിതരുടെ നിത്യാശ്രയമേ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. കഷ്ടപ്പെട്ട് വളർത്തിയ മക്കള് കൈയൊടിഞ്ഞു കഴിഞ്ഞപ്പോ വാർദ്ധക്യകാലത്ത് വീടിന്റെ ഇരുട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞ ഉമ്മയോട്, ആ ഉമ്മയുടെ കണ്ണുനീർ തടങ്ങൾ ഒടിച്ചിറങ്ങിയ കണ്ണുനീർ ചാലുകളോട്, അതിനോട് സാന്ത്വനം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 2 വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, അനാ വംറഅത്തുൻ സഫഅൽ ഖദ്ദൈനി ഫിൽ ജന്നതി ഹാകദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അനാ, ഞാനും വംറഅത്തുൻ, ഒരു പെണ്ണും,
ഞാനും അമ്രാത്തുന്നൊരു പെണ്ണും ഇവിടെ എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എല്ലാം നഷ്ടപ്പെട്ടാൽ എന്താ, ഞാനും ഒരു പെണ്ണും. ആ പെണ്ണേടെന്നറിയുമോ, അവളുടെ കവിൾത്തടം വല്ലാതെ കറുത്ത് കരിവാളിച്ചു പോയി. അള്ളാന്റെ റസൂല് രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയുകയാ, ഞാനും വല്ലാതെ മുഖം കറുത്തു പോയ ഒരു പാവപ്പെട്ട പെണ്ണ്. അവളുടെ മുഖം കറുത്തത് എങ്ങനെയെന്നറിയുമോ സഹോദരങ്ങളെ, അവളുടെ ഭർത്താവ് യൗവനത്തിലെ മരണപ്പെട്ടു പോയി. ആ കറുകറുത്ത മുഖമുള്ള ഉമ്മ, കവിള് വല്ലാതെ ഒട്ടിപ്പോയ കറുകറുത്ത ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് യൗവനത്തിലെ മരണപ്പെട്ടു പോയി. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു. ആ പൊന്നുമക്കളെ വളർത്താനുള്ള വ്യഗ്രതയിൽ അവര് വേറെ ഒരു പുനർവിവാഹം ചെയ്തില്ല. അവള് വേറെ ഒരു വിവാഹം ചെയ്തില്ല. തന്റെ മക്കൾക്ക് വേണ്ടി എല്ലാ ദുഃഖങ്ങളും കടിച്ചൊതുക്കി തന്റെ സുഖം വേണ്ടെന്ന് വെച്ച് തന്റെ മക്കളെ വളർത്താൻ വേണ്ടി മറ്റൊരു വിവാഹത്തിന് പ്രായമുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ട് സമ്മതിക്കാതെ തന്റെ മക്കളെ വളർത്താൻ വേണ്ടി കട്ടപ്പെട്ട ഒരു പെണ്ണ്. അവളുടെ മുഖം കറുത്തതായിരുന്നില്ല, അവള് വെളുത്തവളായിരുന്നു. എങ്ങനെയാണ് അവളുടെ കവിളും മുഖവും കറുത്തതെന്നറിയുമോ? തന്റെ പൊന്നുമക്കളെ വളർത്താൻ വേണ്ടി കട്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത്, കൂലിവേല ചെയ്ത്, തലയിൽ കരിങ്കല്ല് ചുമന്ന് ആ പെണ്ണിന്റെ മുഖം കറുത്തുപോയി. അവളുടെ കവിളകത്തേക്ക് തള്ളിപ്പോയി. അവളുടെ കാൽമുട്ടുകൾ നിവരാടായി. പുനർവിവാഹത്തിന് തയ്യാറാകാണ്. സ്വന്തം മക്കളെ വളർത്താൻ കട്ടപ്പെട്ട് അവസാനം ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ കറുകറുത്ത് പോയ ഒരു കറുമ്പി പെണ്ണ്. അവള് നാളെ സ്വർഗത്തിൽ ഈ രണ്ടുപേരുള്ള പോലെ അടുത്തടുത്തിരിക്കുമെന്ന് ലോകത്തിന്റെ ദൂതരെ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ സഹിക്കുക. അള്ളാന്റെ റസൂലിന്റെ തൊട്ടടുത്ത് നാളെ നീ ഇരിക്കുന്നത് നിന്റെ മക്കൾക്ക് വേണ്ടി നീ സഹിച്ച കട്ടപ്പാടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.